ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഭിയുമായിട്ട് ശ്രീനാഥ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ തൻ്റെ പെണ്ണിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അല്ലെങ്കിൽ അത് കാണുന്ന അഭിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ താൻ കുടിച്ച ചായ പോലും അത് മുഴുവനാക്കാതെ അഭി പറയുന്നുണ്ട്, എന്ന് ശരി ചേട്ടാ, ഞാൻ പിന്നെ പോയിട്ട് വരാം. വക്കീൽ എന്തെങ്കിലും മൂഡൗട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കേസ് ഏറ്റെടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ ഏറ്റെടുത്തോളാം, പിന്നെ വക്കീലിൻ്റെ നമ്പർ താ, ഞാൻ വിളിക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ശ്രീനാഥിൻ്റെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിക്കാമെന്നും പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അഭി ആകെ നല്ലൊരു വിഷമത്തിലാണ്. അതിനുശേഷം തന്നെ വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ. അഞ്ചും അതുപോലെ തന്നെ വർഷയും കൂടിയും ഒരു ചായ ഇട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അവർ രണ്ടുപേരും കൂടിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അഭി അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് പറ്റി അഭി, എന്താ ഒരു ടെൻഷൻ പോലെ? ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ചായ ഇട്ടു. ഇപ്പോൾ താൻ കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ എനിക്കൊരു ചായ ഇടുമായിരുന്നു. എനിക്ക് ചായ വേണ്ടടോ, ഞാൻ കുടിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പുതുതായിട്ടൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ടെൻഷനൊക്കെയാണ്. ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് അഞ്ജുവിനോട് വർഷ പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് അഭിക്ക്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് മല്ലികാക്ക വരുന്നത്. മല്ലികാക്ക പറയുന്നുണ്ട്, വിവേക് സാർ ഉണ്ടോ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് അഞ്ജു നല്ലൊരു മറുപടി മല്ലികയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്താ എപ്പോഴും ഞങ്ങളുടെ അടുക്കളയിലാണോ വിവേക് ഉള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേന്, അല്ല, വിവേക് സാർ രാവിലെ തൊട്ട് എന്നെ കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മല്ലികാക്ക മാറുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വർഷയെ നമ്മുടെ അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം കുറച്ച് സോൾവ് ആവും. തനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കില്ലെങ്കിൽ താൻ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. പുതുതായിട്ടൊരു കേസ് ഏറ്റെടുത്തിട്ടില്ലേ, അതിൻ്റെ ഒരു ടെൻഷനൊക്കെയാണ്. അത് വേണ്ടാന്ന് വെക്കുകയായിരിക്കും നല്ലത്. എന്നും കേസില്ലാത്ത വക്കീലായിട്ട് ഞാൻ കഴിയുന്നതായിരിക്കും എനിക്ക് സുഖം. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പറയരുത്, കേസൊക്കെ ഏറ്റെടുത്ത് വലിയ വക്കീലാവണം, അത് തൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറയുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, വിവേകേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. വിവേക് എവിടേക്കോ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ യുദ്ധം നടക്കുന്നത് കാരണം തന്നെ കമ്പനിയിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വിവേകേട്ടൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വർഷയ്ക്ക് നല്ലപോലെ അറിയാലോ. അപ്പോൾ വിളിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല എടോ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. എന്തിനൊരു എൻഗേജ്മെൻറ്റിൻ്റെ ആവശ്യം? നിങ്ങൾക്ക് നേരെ അങ്ങ് വിവാഹം കഴിച്ചുകൂടെ, എന്നിട്ട് ഹണിമൂൺ ആഘോഷിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. വൃത്തികേട് പറയരുത്, ഞങ്ങൾക്ക് എന്ത് വേണം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ശ്രീനാഥിൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അവിക്കൊരു ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് പറ്റിയടോ? ഞാൻ പറഞ്ഞില്ലേ, ആ കക്ഷിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് വർഷ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നു വേണ്ട, താനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് സമാധാനപരമായിട്ട് അയാളെ തിരിച്ച് വിളിക്കണം. ഈ കേസ് ഏറ്റെടുക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്, ഏറ്റെടുക്കണമെന്നും പറയാം കേട്ടോ. ആ സമയത്ത് പിന്നീടാണെങ്കിലോ വർഷയാണെങ്കിലോ നമ്മുടെ വിവേകിനെ വിളിക്കുന്നുണ്ട്. വിവേക് എവിടെയാണെന്നൊക്കെ അറിയില്ല. കാരണം അഭി പറഞ്ഞു, ആ മറ്റേ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ കുടിച്ച് കൂത്താടി നടക്കുന്നുണ്ടാവും, താൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അത് കേട്ട വർഷയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്, വിവേക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിവേകിൻ്റെ കാറും അവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ വിവേകിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. താൻ എവിടെയാണോ, എത്ര നേരമായി കാണുന്നത്, ഇവിടെ ആൻറ്റിക്കും മംഗളിനും തന്നെ കാണാത്തതുകൊണ്ട് എന്തൊരു ടെൻഷൻ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് പിന്നീട് താൻ കുടിച്ച് കൂത്താടിയ ഫ്രണ്ടിൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ തന്നെ ആയിരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ മേലുള്ള കെയറിങ് കാണുന്ന വിവേക് കുടിച്ച ആളെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു നല്ലൊരവസ്ഥയിലാണ്, നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, എനിക്ക് വീട്ടിലേക്ക് വരാനൊന്നും പറ്റില്ല, അത് പറഞ്ഞാൽ പറ്റില്ല, ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിയിരിക്കണം, ഇപ്പോൾ തന്നെ കാണണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ താൻ പോടോ, ഞാനൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, പിന്നെ എൻ്റെ കാറിൻ്റെ കാര്യമാണെങ്കിൽ അത് വർക്ക്ഷോപ്പിലാണ്, സർവീസിന് കൊടുത്തിരിക്കുകയാണ്, നാളെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. താൻ വിശ്വാസമൊന്നുമില്ല എനിക്ക്, താൻ വീട്ടിലുണ്ടാവുമായിരിക്കാം, പക്ഷെ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമായിരിക്കും. തൻ്റെ അടുത്തേക്ക് ഞാൻ വരാം, ആ ബാൽക്കണിയിലേക്ക് വന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അതല്ല, തൻ്റെ അടുത്തേക്ക് വരാം, അതിനുശേഷം തന്നെ തനിക്ക് മനസ്സിലാവും ഞാൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതിനുശേഷം വർഷയുടെ അടുത്തേക്ക് വിവേക് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി, എൻ്റെ മേൽ നല്ല കെയറിങ് ഉണ്ടല്ലേ, അതൊന്നല്ല, ഒരു ഫ്രണ്ട് വഴിതെറ്റി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ വിവേക് എന്ന് പറയുന്നുണ്ട്. താൻ കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, എന്നാൽ പിന്നെ അത് ഉറപ്പ് വരുത്താം, അങ്ങനെ എൻ്റെ വായ മണത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് വിവേക് അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം അഭി എല്ലാം തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അഭിയാണെങ്കിലോ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഇനി നല്ല പ്രണയത്തിലാണല്ലോ. പിന്നെ ശ്രീനാഥിനെ കുറിച്ച് വർഷയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞാൽ അവൾക്ക് അത് വേറെ രീതിയിലേക്ക് പോവും. ഇപ്പോൾ നല്ല ഹാപ്പിയിലാണ് ഇവർ രണ്ടുപേരും, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ശ്രീയേട്ടനെ കുറിച്ച് ആരോടും പറയണ്ട, അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പറയുന്നു. ആ സമയത്ത് മല്ലികാക്ക അവിടെ ആരാണ് ഒരു നിഴൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. അങ്ങനെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി അഭി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവരാണെങ്കിൽ അവിടെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അഭിപ്പോൾ അപ്പോൾ അവിടെ രണ്ടുപേരും നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഏയ് ഞാൻ തന്നെയാണ്, ഏയ് അതൊന്നല്ല, രണ്ട് നിഴൽ ഞാൻ അവിടെ കണ്ടതാ, അത് ഈ വാഴയുടെ ആയിരിക്കും എന്ന് പറയുന്നു. പെട്ടെന്ന് അഭി അങ്ങോട്ട് നിൽക്കുന്ന വർഷയും വിവേകിനെയും കാണുന്നുണ്ട് കേട്ടോ. പറയാത്ത പോലെ നിങ്ങളെന്താ ഇവിടെ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് ചോദിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഒന്ന് പ്ലീസ് അക്കാനൊന്ന് പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട്. അക്ക വേറെ പ്രശ്നമൊന്നുമില്ല, അക്ക പൊയ്ക്കോ, അക്ക എന്താ അല്ലെങ്കിൽ രാത്രി ഇവിടെ അല്ല ഇന്ന് മോളെയും കൂട്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, ജോലി കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അന്ന് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു, എന്നാൽ പൊക്കോളാൻ പറഞ്ഞു വിടുന്നു. ആ സമയത്ത് തന്നെ വർഷയും അതുപോലെ വിവേകം കൂടി വരുന്നുണ്ട് കേട്ടോ. താൻ ഞങ്ങൾ രണ്ട് വാഴകളാക്കിയല്ലേ, അയ്യോ അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് വാഴകൾ പറയാനേ പറ്റുള്ളൂ, അല്ലാതെ തങ്ങൾ ഉദ്ദേശിച്ചൊന്നുമല്ല. പക്ഷേ നമ്മുടെ മല്ലികാക്കാണെങ്കിലോ അതെല്ലാം തന്നെ വീഡിയോ ആക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേഡത്തോട് നേരിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം, ഇവരുടെ ഈ കളകളിയൊക്കെ ഇതോടുകൂടി അവസാനിപ്പിക്കും, വീക്ക് സാർ ഇവരുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം തന്നെ വീണ്ടും ഞാൻ വർഷം നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, എന്തിനാ ഇനി എൻഗേജ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ, നേരെ കല്യാണത്തിലേക്ക് അങ്ങ് പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എത്രയായ സ്ഥിതിക്ക് ഒരു ഫ്രണ്ടിനെ രക്ഷിക്കേണ്ട ഒരു ഫ്രണ്ടിൻ്റെ ഉത്തരവാദിത്തമല്ലേ, അതാ ഞാൻ കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങോട്ട് പോകുന്നു. വിവേകിനോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു, ആൻറ്റി എന്നിട്ട് ഇനി വിവാഹത്തിന് വരെ കാത്തു നിൽക്കണം നിങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങ് വിവാഹം കഴിച്ചാൽ പോലെ, എനിക്കിന്ന് എൻഗേജ്മെൻറ്റൊക്കെ. വിവേക് പറയുന്നുണ്ട്, എനിക്ക് എൻഗേജ്മെൻറ്റ് വേണമെന്നൊന്നുമില്ല, നേരെ കല്യാണത്തിലേക്ക് പോകുന്ന ഇഷ്ടം, പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പോട്ടെ, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അഭി ഒരാക്കിയതുപോലെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആച്ചക്കുട്ടിയെ കാണിക്കുന്നത് കേട്ടോ. വർഷയാണെങ്കിലും അതിൽ പോണ സമയത്ത് ആ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. വേഗം പോയിട്ട് ചേച്ചി ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ആ ജനലിൻ്റെ കൂടെ ആ കുഞ്ഞു മോള് വിളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് ചോദിക്കുന്നു. മോളുടെ അച്ഛനും അമ്മയും അങ്ങനെ വർഷ ആ മോൾക്ക് വയറ് നിറച്ച് തൻ്റെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. വീണ്ടും ചോദിക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം വേണം ചേച്ചി എന്ന് പറയുന്നു. ആ വെള്ളവും കൊടുക്കുന്നുണ്ട്. വളരെ വിഷമത്തോടു കൂടി തന്നെ വർഷ അതെല്ലാം തന്നെ ആ കുഞ്ഞു മോൾക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്നത് നമുക്കൊക്കെ വിഷമാവുന്നുണ്ട്. പക്ഷേ ആ കുട്ടി ആരാണെന്നോ എന്താണെന്നോ അവരുടെ പേരൻസ് ആരാണെന്നോ ഒന്നും അതിൽ പറയുന്നില്ല കേട്ടോ. ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ജോലിക്ക് പോയെന്ന് മാത്രമേ ആ പിഞ്ച് മോള് പറയുന്നുള്ളൂ. ആ കുട്ടി അവിടെ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ്, എന്തോ ഒരു അപാകതയുണ്ടെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നമ്മൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. വരുന്ന എപ്പിസോഡിലൂടെ തന്നെ ആ ആരാണെന്നുള്ളതും അതുപോലെ വിവേകും വർഷയും തമ്മിൽ ഒന്നാകുമെന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡിലൂടെ കാണാം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.